അസ്സലാമലൈക്കും. നമസ്കാരം. ഞാനിപ്പോൾ വന്നത് സൗദിയിലെ പ്രവാസിയോട് വീഡിയോ ഉറപ്പിക്കാട്ടോ. ഒരുപാട് വട്ടം വിട്ടതാണ്, വീണ്ടും വീണ്ടും പറയാം. കാരണം ഒരുപാട് ആൾക്കാർ ഇപ്പോൾ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ സൗദി അറേബ്യയിലേക്ക് ഹൗസ് ഡ്രൈവറെ വന്നവരുണ്ട്, കമ്പനി ജോലിക്ക് വന്നവരൊക്കെ ഉണ്ട്. ഹൗസ് ഡ്രൈവർ പ്രൊഫഷനാണ്, ഇക്കാമയുണ്ട്, ലൈസൻസും ഉണ്ട്. ട്രക്ക് വണ്ടികൾ ഓടിക്കാൻ നിർബന്ധിക്കുന്നു. 1.5 വർഷമായി ട്രക്ക് ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹൗസ് ഡ്രൈവറാണ് പ്രൊഫഷൻ, ലൈസൻസും ഹൗസ് ഡ്രൈവർ. എനിക്ക് പറയാനുള്ളത്, ഒരിക്കലും നിങ്ങൾ വണ്ടി ഓടിക്കാൻ പാടില്ല. ഹൗസ് ഡ്രൈവർ പ്രൊഫഷനും നിങ്ങൾ ലൈസൻസ് ഹൗസ് ഡ്രൈവർ ലൈറ്റ് ലൈസൻസും ആണെങ്കിൽ നിങ്ങൾ ട്രക്ക് ഓടിക്കാൻ പാടില്ല. എന്തെങ്കിലും ബൈ ചാൻസ് വണ്ടി ആക്സിഡൻ്റ് ആവുകയോ മറ്റോ ചെയ്താൽ നിങ്ങൾക്ക് ഒറ്റ ഇൻഷുറൻസ് പോലും കിട്ടില്ല, മാത്രമല്ല നിങ്ങൾ ജയിലിൽ അടക്കപ്പെടും. നിങ്ങൾക്ക് നീതി നേടാം. ലേബർ കോർട്ടിലും ഇന്ത്യൻ എംബസിയിലും പരാതി കൊടുക്കുക, അങ്ങനെ ഓടിക്കാൻ നിർബന്ധിക്കുന്നുണ്ടെങ്കിൽ. ഇക്കാമില്ലാതെയും ലൈസൻസ് ഇല്ലാതെയും ഇൻഷുറൻസ് ഇല്ലാതെയും വണ്ടി ഓടിക്കുന്ന ആളുകളുണ്ട്. അതൊക്കെ തെറ്റാണ്. നിങ്ങൾക്ക് നീതി തേടാം. ലേബർ കോർട്ടിലും ഇന്ത്യൻ എംബസിയിലും പരാതി കൊടുക്കാം. അതേപോലെ ഇക്കാമ ഉണ്ട്, ലൈസൻസ് ഇല്ല, വണ്ടി ഓടാൻ പാടില്ല. ഇക്കാമ എടുത്ത് ലൈറ്റ് ലൈസൻസാണ്, ട്രക്ക് ഓടാൻ പാടില്ല. അപ്പോൾ ഇതൊക്കെ ഒരു ബാധകമാണ്. ഇക്കാമ ഇല്ലാതെയും ലൈസൻസ് ഇല്ലാതെയും ഇൻഷുറൻസ് ഇല്ലാതെയും വണ്ടി ഓടാൻ പാടില്ല. ട്രക്ക് വണ്ടികളാണെങ്കിൽ ട്രക്കിൻ്റെ പ്രൊഫഷൻ വേണം. പ്രൊഫഷൻ ഉണ്ടെങ്കിൽ ട്രക്കിൻ്റെ ലൈസൻസ് എടുക്കാൻ പറ്റുള്ളൂ, ഹെവി ലൈസൻസ്, എന്നാലേ വണ്ടി ഓടാൻ പാടുള്ളൂ. ഇതൊക്കെ പാലിച്ചുകൊണ്ടേ മുന്നോട്ട് പോകാൻ പറ്റും. അല്ലെങ്കിൽ നിങ്ങൾക്ക് വളരെയധികം ബുദ്ധിമുട്ടാണ്, ജയിലിൽ അടക്കപ്പെടും, ഇൻഷുറും കിട്ടില്ല. മറക്കണ്ട, നിങ്ങൾക്ക് നീതി തേടാം. മറക്കണ്ട. സംശയം കൊടുക്കാം. അസ്സലാമു അലൈക്കും.